നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ മരണം? അതിന് ഡേറ്റ് വേണോ? അതിന് ആരോഗ്യം വേണോ? അല്ലെങ്കിൽ രോഗം വേണോ? അതിന് പ്രായഭേദമുണ്ടോ? എപ്പോഴാണ്? ഇവിടെ നേരത്തെ നിങ്ങൾ കേട്ടുകഴിഞ്ഞില്ലേ എത്ര മരണങ്ങൾ? ഇന്നും ഇടത്ത നാട്ടുകര നിവാസികൾക്ക് ഉൾക്കൊള്ളാനാവാത്ത മരണങ്ങൾ. അത് നല്ല ചെറുപ്പക്കാരുടെ, ടീനേജുകാരുടെ മരണങ്ങൾ, പ്രായമുള്ളവരുടെയും അല്ലാത്തവരുടേതുമായ മരണങ്ങൾ. എത്ര മരണവാർത്തകളാ നമ്മൾ കേൾക്കുന്നത്. ഏത് വ്യക്തിക്കും അത് അനുഭവിച്ചല്ലേ പറ്റൂ. ആ മരണം അങ്ങ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് നമ്മളെ കുടുംബത്തിന് പിന്നെ നമ്മൾ അന്യരായി മാറുന്നത്. അഡ്രസ്സ് പോലും മാറിപ്പോയി. ഇന്ന് വരെ ഉപ്പ ഉമ്മ എന്ന് വിളിച്ച മക്കൾക്ക് പോലും പേര് മാറുകയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നത് എപ്പോഴാ? മയ്യത്തെടുക്കുന്നത് എപ്പോഴാ? മയ്യത്ത് നിസ്കരിക്കുന്നത് എപ്പോഴാ? ഉപ്പാനെ കുളിപ്പിക്കുന്നത് എപ്പോഴാ? ഉപ്പയെ ഖബറിൽ വെക്കുന്നത് എപ്പോഴാ? ഉപ്പാടെ നിസ്കാരം എപ്പോഴാ എന്ന ചോദ്യമില്ലല്ലോ. മറിച്ച് പേര് പോലും മാറിപ്പോയി, അഡ്രസ്സ് പോലും മാറിപ്പോയി. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ പോലും പിന്നെ മയ്യത്തെടുക്കുന്നത് എപ്പോഴാന്നാ ചോദിക്കുന്നത്. അങ്ങനെ മയ്യത്തായിപ്പോയി, അഡ്രസ്സ് പോലും മാറിപ്പോയി. ഒട്ടും താമസിയാതെ ബന്ധപ്പെട്ടവരുടെ ഗദ്ഗതങ്ങൾക്ക് നടുവലോടെ ആ മയ്യത്ത് കെട്ടിലേറ്റിക്കൊണ്ട് നമ്മുടെ ജനാസ അങ്ങ് കൊണ്ടുപോയി. അതേ നിസ്കാരവും നിർവഹിച്ച് ഖബർസ്ഥാനില്ലതാ 6 അടി മണ്ണിൽ മൂടുകല്ലുകൾക്ക് താഴെ കിടക്കുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് കയറി വരുന്നല്ലോ. മുൻകറും നക്കീറും കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ റബ്ബാരടോ? ദീനേതടോ? മുത്ത മുസ്തഫയെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ടടോ? ആ ചോദ്യമാണ് ഈ കേട്ടത്. സ്വന്തത്തോട് ചോദിക്ക്, ഇവിടെ ഇരുന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്ക്. ഈ ചോദ്യം എനിക്ക് വരുമ്പോ എനിക്ക് പറയാൻ കഴിയുമോ? അല്ലാഹു റബ്ബി, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് എനിക്കവിടെ പറയാൻ കഴിയണമെങ്കിൽ ആ റബ്ബ് പറഞ്ഞതുപോലെ ആയിരുന്നുവോ ജീവിതം? അങ്ങനെയാണോ കുടുംബ ജീവിതത്തിൽ ജീവിച്ചത്? അങ്ങനെയാണോ മക്കളെ വളർത്തിയത്? അങ്ങനെയാണോ മക്കള് കലാലയങ്ങളിൽ പോയത്? അങ്ങനെയാണോ തിരിച്ചു വന്നുകൊണ്ട് ജീവിച്ചത്?